മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഇടത് സ്ഥാനാർത്ഥികളുടെ മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കം. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ കൺവെൻഷനുകളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. UDF എംപിമാർക്കെതിരായ രൂക്ഷമായ വിമർശനമാണ് ആറ്റിങ്ങലിൽ മുഖ്യമന്ത്രി ഉയർത്തിയത്. ഭരണഘടനയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ UDF എംപിമാർ നിശബ്ദത പാലിച്ചെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഇന്ന് കോൺഗ്രസായി നിൽക്കുന്നവർ നാളെ BJP ആയി മാറില്ലെന്ന് എന്താണ് ഉറപ്പെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കോൺഗ്രസിനെ പോലെ നാണം കെട്ട പാർട്ടിയുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കേരളത്തിൻ്റെ ശബ്ദം വലിയ തോതിൽ ലോക്സഭയിൽ ഉയർന്നിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ ശബ്ദം വേണ്ട രീതിയിൽ ഉയർന്നില്ല. വളരെ നേർന്നുപോയി, അങ്ങേയറ്റം ദുർബലമായിപ്പോയി. ഇപ്പോൾ LDFൻ്റെ ഭാഗത്ത് 2 ലോക്സഭാംഗങ്ങളാണ്. ബാക്കി 18 പേരും UDF ആണ്. ആ 18 പേര് അതിനിർണായകമായ നിമിഷങ്ങളിൽ നിശബ്ദത പാലിക്കുന്നത് നാം കണ്ടു. അഖിൽ ഷാ അൻസാർ വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, ഇതിപ്പോൾ മണ്ഡലം കൺവെൻഷനുകളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. വിവിധ മണ്ഡലം കൺവെൻഷനുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. അതിൽ രൂക്ഷ വിമർശനമാണ് UDFന് എതിരെ ഉന്നയിക്കുന്നത്, കോൺഗ്രസിനെതിരെ പ്രത്യേകിച്ച് ഉന്നയിക്കുന്നത്. വനം വന്യജീവി നിയമത്തിലടക്കം ഭേദഗതിക്ക് ആരും ശ്രമിക്കുന്നില്ല, അത് കോൺഗ്രസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ട് എന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിവിധ വിഷയങ്ങളെ സ്പർശിച്ചുകൊണ്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്? പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായത് ഒരു വിഷയമായിരുന്നു വനം വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട്. അതിലാണ് ഇപ്പോൾ നിലവിൽ ഈ മണ്ഡലങ്ങളിലെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ രൂക്ഷമായ വിമർശനം അത് കോൺഗ്രസിനെതിരെ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനമായും ഇക്കാര്യത്തിൽ പറഞ്ഞത്, ഇപ്പോൾ നിലവിലുള്ള നിയമം, വനം നിയമം, അത് കോൺഗ്രസിന്റെ കാലത്ത് അത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമം, ആ നിയമം തന്നെയാണ് ഇപ്പോഴും ഈ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ തുടർന്നു പോകുന്നത്. അതിൽ കൃത്യമായ ഭേദഗതി ചെയ്യാൻ ഇതുവരെ കേന്ദ്രം തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ വനം വകുപ്പിനോ കൃത്യമായി അതിൽ ഇടപെടാനോ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യാനോ കഴിയാത്തതെന്നുള്ള വലിയ വിമർശനം കോൺഗ്രസിനെതിരെയും അതുപോലെ തന്നെ കേന്ദ്രത്തിനെതിരെയും മുഖ്യമന്ത്രി ഉന്നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം രാഹുൽ ഗാന്ധിക്കും ഇക്കാര്യത്തിൽ വലിയ വിമർശനമുണ്ടായി. ഈ കേരളത്തിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇത്രയും ഗുരുതരമായ പ്രശ്നം നടക്കുമ്പോൾ അത് ലോക്സഭയിൽ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധി പോലും തയ്യാറായില്ല എന്നുള്ളൊരു രൂക്ഷമായ വിമർശനവും മുഖ്യമന്ത്രി എന്തായാലും ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിനെതിരെ വലിയ വിമർശനം ഈ മണ്ഡലം കൺവെൻഷനിൽ മുഖ്യമന്ത്രി നടത്തുന്നു. ഒപ്പം ഈ കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്രത്തിന്റെ ചില നിലപാടുകൾക്കെതിരെയും ഒക്കെ വലിയ വിമർശനം ഈ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ. ശരി, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.